തിരൂർ റെയിൽവേ സ്റ്റേഷൻ. തിരൂർ റെയിൽവേ സ്റ്റേഷൻ. നേരത്തെ ബോർഡൊന്നും കണ്ടിട്ടില്ല. ഇപ്പോൾ കുറച്ച് ദൂരെ ഇറങ്ങി വന്നപ്പം ബോർഡെല്ലാം കാണാം. തിരൂർ, ഹിന്ദി, മലയാളം, ഇംഗ്ലീഷ്. ബസ് സ്റ്റാൻഡിലേക്ക് പോകുന്നതും കൂടെ റൂട്ടാണ്, അതുകൊണ്ട് തിരക്കുണ്ട്. ആളും അനക്കമെല്ലാം വന്നു തുടങ്ങി. നേരത്തെ അനക്കം കുറവായിരുന്നു. ഓക്കെ, ഇപ്പോൾ തിരൂർ സ്റ്റേഷൻ എൻട്രൻസ്. കണ്ണൂർ ഭാഗത്തേക്ക് ഒരു ലോക്കലും കൂടെ ഇവിടുന്ന് കടന്നു പോയി. അടുത്ത വേറെ വണ്ടിയുണ്ട്, അതിന് കണ്ണൂരേക്ക് പിടിക്കണം. ഇൻട്രസിറ്റി. ഓക്കെ, AC റൂംസ് ഇവിടെയുണ്ട്. റിട്ടയറിംഗ് റൂംസ്, ക്ലോക്ക് റൂംസ്. പ്ലാറ്റ്ഫോം നമ്പർ 1 മുകളിൽ. മലപ്പുറം തിരൂരില്ല. ഇപ്പോൾ തിരൂർ റെയിൽവേ സ്റ്റേഷനും തിരൂർ ടൗണും എല്ലാം ഒന്ന് പരിചയപ്പെടാം. ഇപ്പോൾ നേരെ തിരൂർ റെയിൽവേ സ്റ്റേഷൻ്റെ മുമ്പ് തന്നെ ഇല്ല. അപ്പോൾ ഇവിടെ ഈ പരിസരം ഒന്ന് ജസ്റ്റ് ഒന്ന് പരിചയപ്പെട്ട് നടക്കാം നമുക്ക്. തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ പുറത്തിറങ്ങുമ്പോൾ റോഡ് ഇവിടെ വൈദ്യരത്നം ആര്യവൈദ്യശാല കോട്ടക്കൽ ആയുർവേദിക് ട്രീറ്റ്മെൻറ്റ്, അതിൻ്റെ ക്ലിനിക്കാണ് ഇവിടെ. വാക്ക് ഇൻ ട്രീറ്റ്മെൻറ്റ് ഉണ്ട് ഇവിടെ. മെഡിസിൻ സെയിലും ഉണ്ട്, വാക്ക് ഇൻ ട്രീറ്റ്മെൻറ്റും ഉണ്ട്. അപ്പോൾ ഇത് വൈദ്യരത്നം ആയുർവേദശാല കോട്ടക്കൽ. ഈ കാണുന്ന ബിൽഡിങ് ജസ്റ്റ് തിരൂർ റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ട മുമ്പിൽ. വാക്ക് ഇൻ ട്രീറ്റ്മെൻറ്റ് ഉണ്ട് ഇവിടെ. 2 ഡോക്ടർമാരുണ്ട്. അതുപോലെ മെഡിസിൻസ് അവൈലബിൾ. ഫാർമസി ഡിസ്പെൻസറി ഉണ്ട്, വാക്ക് ഇൻ ട്രീറ്റ്മെൻറ്റും ഉണ്ട്. അപ്പോൾ പെട്ടെന്ന് ആർക്കെങ്കിലും വന്ന് തിരൂർ ആയുർവേദശാലയിലേക്ക് കാണിക്കണമെങ്കിൽ വൈദ്യരത്നം ആയുർവേദശാല ഇവിടെ സ്റ്റേഷൻ്റെ അടുത്ത്. ഇവിടെ തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ ബൈക്ക് റെൻറ്റിന് കൊടുക്കുന്ന ഒരു പരിപാടിയുണ്ട്. ഓപ്പൺ അല്ല, ആളെ കാണുന്നില്ല. ഉണ്ട്. ഇലക്ട്രിക് സ്കൂട്ടേഴ്സ് റെൻറ്റിന്. റെൻറ്റ് എ ബൈക്ക്. hourly, weekly, monthly packages. Business package 500 for 12 hours. അപ്പോൾ അത് റെൻറ്റ് എ ബൈക്കാണ്. ഡേ റെൻ്റൽ പാക്കേജ് 750 per day. വീക്ക്ലി പാക്കേജ് 3800 for 7 days. അപ്പോൾ ഇതാണ് റേറ്റ് കാണുന്നത്. ബൈക്ക് റെൻ്റൽ തിരൂർ റെയിൽവേ സ്റ്റേഷൻ്റെ ബിൽഡിങ്ങിന് തൊട്ടിട്ട് ബൈക്ക് റെൻ്റൽ, അങ്ങനെ ഒരു സൗകര്യമുണ്ട്. പിന്നെ തൊട്ടടുത്ത് ചായ കുടിക്കാനും കാപ്പി കുടിക്കാനുള്ള ഹോട്ടലുണ്ട്, താമസിക്കേണ്ട ഹോട്ടലുണ്ട്, ചായക്കടകൾ, താമസിക്കേണ്ട ഹോട്ടൽ. നേരെ മുമ്പ് കാണുന്ന കോണ്ടിനെൻറ്റോ ക്ലാസിക് ഹോട്ടൽ, AC റൂംസ്. അതുപോലെ സൈഡിൽ ഡോർമെട്രി ഉണ്ട്. സൗകര്യങ്ങളെല്ലാം ഉണ്ട് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ. ബസ് സ്റ്റാൻഡിലേക്ക് ഈ വഴിയാണ് പോകുന്നത്. അപ്പം ബസ് സ്റ്റാൻഡും തൊട്ടടുത്താണ്. ഇതിൻ്റെ ബാക്കിൽ ബസ് സ്റ്റാൻഡ്. കോഴിക്കോട് ബസ്. ട്രെയിനിന് പോവാൻ എളുപ്പം കോഴിക്കോടേക്കെല്ലാം, പെട്ടെന്നെത്തും. ഇത് തിരൂർ ബസ് സ്റ്റാൻഡ്, റെയിൽവേ സ്റ്റേഷൻ, മാർക്കറ്റ് പരിസരം. ഹോൾസെയിൽ കടകൾ, ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസിൻ്റെ എല്ലാം തുറന്ന്, മറ്റുള്ള കടകളെല്ലാം തുറന്ന് വരുന്നേ ഇല്ല.
റൈറ്റിലവിടെ തിരൂർ ടാക്സി സ്റ്റാൻഡ്, മുമ്പോട്ട് പോയ ബസ് സ്റ്റാൻഡ്. അപ്പോൾ തിരൂർ സിറ്റി ഒന്ന് കറങ്ങിയടിക്കാം. അപ്പോൾ ഇത് തിരൂർ മാർക്കറ്റ് റോഡ്. കടകൾ മെല്ലെ മെല്ലെ തുറക്കുക. കായ് പീടിയ, ഹോൾസെയിൽ പീടിയ കായിൻ്റെ. മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ ബസ് സ്റ്റാൻഡ്. ഇവിടെ ഒരു റൗണ്ട് അബൌട്ടിൽ ഐ ലവ് തിരൂർ. ലെഫ്റ്റോട്ട് കാണുന്ന ബസ് സ്റ്റാൻഡ്, തിരൂർ ബസ് സ്റ്റാൻഡ്. ഈ ലെഫ്റ്റോട്ട്. അപ്പോൾ ഇതാണ് തിരൂർ ബസ് സ്റ്റാൻഡ്. ലോക്കൽ ബസ് ലോക്കൽ ഓടുന്ന നീല ബസ്സാണ് കാണുന്നത്. മറ്റേ പിങ്ക് ബസ് ഇവിടെ കാണുന്നില്ല. ബസ് വരികയും പോവുകയും ചെയ്യുന്നുണ്ട്. രാവിലെ 8 മണി കഴിഞ്ഞുകൊണ്ട് ആളിങ്ങനെ വന്നു തുടങ്ങി. സൈഡിൽ തന്നെ ഓട്ടോ സ്റ്റാൻഡ് ഉണ്ട്. ഉണ്ട്. ഇത് മെയിൻ ബസ് സ്റ്റാൻഡ് തന്നെ തിരൂർ. ഇതിപ്പോൾ ഇവിടെ നിന്ന് കോഴിക്കോടേക്ക് പോകുന്ന ബസ്സുണ്ട്. രാവിലെ ആയതുകൊണ്ട് ഒറ്റ ബസ്സേ ഇല്ല, ബാക്കിയെല്ലാം ലോക്കൽ ഓടുന്ന ബസ്സാണ് കൂടുതൽ ഇവിടെ. അങ്ങോട്ടേക്ക് നേരെ പോയ റെയിൽവേ സ്റ്റേഷൻ. ഇപ്പം നല്ല വെയിലുണ്ട്, നല്ല വെയിൽ. അപ്പം ബസ് സ്റ്റാൻഡിൻ്റെ കാഴ്ചകൾ കേട്ടോ. ബസ് സ്റ്റാൻഡും റെയിൽവേ സ്റ്റേഷനും എല്ലാം ഏകദേശം അടുത്തടുത്താണ്.
ഇവിടെ ഒരു മസ്ജിദ് ഉണ്ട്, റഹ്മാനിയ മസ്ജിദ് തിരൂര്. അതുപോലെ ഇവിടെ ഒരു ഫാൻസി ടോയ്സ്, ഇതിൻ്റെ എല്ലാം ഹോൾസെയിൽ കട. അപ്പോൾ നമ്മൾ ബസ് സ്റ്റാൻഡ് കഴിഞ്ഞ് നേരെ റെയിൽവേ സ്റ്റേഷൻ പോകുന്ന വഴിക്ക് മാർക്കറ്റ് കടന്നിട്ട് വേണം റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകാൻ. അപ്പോൾ ഗൾഫ് മാർക്കറ്റിലേക്ക് സ്വാഗതം, തിരൂർ നഗരസഭ. കടകളെല്ലാം കൂട്ടിയിട്ടേ ഇല്ല. ഇത് തിരൂർ മാർക്കറ്റ് റോഡ്. റെയിൽവേ സ്റ്റേഷൻ. റെയിൽവേ സ്റ്റേഷൻ ഇതിലേ പറ്റൂല. ഇതിലും പൊതുവെ പോയ ഫുട് ഓവർ ബ്രിഡ്ജ് കയറി ഇറങ്ങി ഇതിലാകുമ്പോൾ പോകുമ്പോൾ നിങ്ങൾക്ക് അങ്ങോട്ടാ. സ്റ്റേഷൻ ഏതാ? റെയിൽവേ സ്റ്റേഷൻ. കടകൾ ഹോൾസെയിൽ കടയായതുകൊണ്ട് മാർക്കറ്റിൻ്റെ ഉള്ളിൽ കടകൾ തുറക്കുന്നേ ഇല്ല. 8:30 മണിയായിട്ടില്ല രാവിലെ, അതുകൊണ്ടെല്ലാം കാലിയാണ്. അപ്പം ഞാനിപ്പം മാർക്കറ്റ് വഴി റെയിൽവേ സ്റ്റേഷനിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ആ മുമ്പ് കാണുന്ന റെയിൽവേ സ്റ്റേഷൻ എത്തി. ആ കാണുന്ന നേരെ കാണുന്ന പച്ചക്കറി മാർക്കറ്റ്, മീൻ മാർക്കറ്റ് ഇവിടെ തന്നെയാണ്.
പച്ചക്കറി മീൻ മാർക്കറ്റ്, ഹോൾസെയിൽ മാർക്കറ്റ് തിരൂര്. ഇത് തിരൂര് റെയിൽവേ സ്റ്റേഷൻ പണി നടന്നുകൊണ്ടിരിക്കുക. തിരൂര് റെയിൽവേ സ്റ്റേഷൻ. മുകളിൽ പണി നടന്നുകൊണ്ടിരിക്കുക തിരൂർ സ്റ്റേഷനിൽ. കോയമ്പത്തൂർ ടു മാംഗ്ലൂർ ജംഗ്ഷൻ വണ്ടി വന്നു. നല്ല തിരക്കാം. AC. അപ്പോൾ മുമ്പോട്ട് കയറണം. ഓ നല്ല തിരക്ക്. കോയമ്പത്തൂർ ബംഗളൂരു സെൻട്രൽ ഇന്റർസിറ്റി സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ് ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് എത്തിച്ചേർന്നു. യാത്രികർ കൃപയാ ധ്യാൻ ദേ ഗാഡി സംഖ്യ 226. ഈ തിരക്ക ട്രെയിനിൽ കയറാൻ. ജനറലിൽ ഇങ്ങോട്ട് പോയിക്കോളൂ. അത് കയറി നിൽക്കേ. കയറി കയറി കയറി. എടാ ഉള്ളോട്ട് കയറട്ടെ കയറട്ടെ. ഉള്ളിൽ കയറി ഉള്ളിൽ കയറി. പോട്ടെ പോട്ടെ. ഉള്ളു പോട്ടെ അവിടെ. ചേട്ടാ ഫ്രണ്ട് ഒന്ന് ഒഴിഞ്ഞു പോവോ? അവിടെ എത്ര ട്രെയിന് കയറാൻ പറ്റിയിട്ടില്ല. നല്ല തിരക്കെന്ന് പറഞ്ഞാൽ നല്ല തിരക്ക്. ഇനി അടുത്ത ട്രെയിനിന് കാത്തുക്കേണ്ടി വരും. ട്രെയിന് വിട്ട് അതുകൊണ്ട് പിന്നെ കയറാൻ നോക്കിയിട്ടില്ല. ബാക്കിലെല്ലാം സീറ്റ് ഉണ്ടായിരുന്നല്ലോ, വെറുതെ തിക്കി ഫ്രണ്ടിൽ വന്നേ. ഇനിയിപ്പോൾ വണ്ടി 2 മണിക്കൂർ കഴിഞ്ഞിട്ടേ ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ശനിയാഴ്ച ആയതുകൊണ്ടാണെന്നറിയില്ല, നല്ല തിരക്കെന്ന് പറഞ്ഞാൽ കയറാൻ പറ്റിയില്ല. പിന്നെ ആള് ഉന്തിയിട്ട് കയറുന്നുമില്ല. അവൻ തിരൂരിന്ന് വണ്ടി വിട്ട് തലശ്ശേരി വരെ ആയിരുന്നു പോകേണ്ടത്. അടുത്ത വണ്ടി എത്ര മണിയാണെന്നറിയില്ല, ചോദിക്കണം. സാധാരണയിലും നല്ല തിരക്കിന്ന്. അപ്പം തിരൂര് ഇന്ന് പരിചയപ്പെടുത്തിയിട്ടുണ്ട് നിങ്ങൾക്ക്. വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ മലപ്പുറം ജില്ലയിൽ നിന്ന് തിരൂരിൽ നിന്ന് ഈറ്റ് ആൻഡ് സീ എല്ലാവരും കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ ആൻഡ് ടേക്ക് കെയർ. സീ യു.